ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന വിസ്മയഭൂമിയാണ് ഹിമാചൽ പ്രദേശ്. മഞ്ഞിൽ ജന്മം കൊണ്ട സ്വർഗം. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി എണ്ണിയാലൊടുങ്ങാത്തത്ര സഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടേക്ക് പ്രവഹിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും മഞ്ഞുമൂടിയ മലനിരകളും ഹിമാനികളും നിത്യസുന്ദരികളായ തടാകങ്ങളും നോക്കെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന പുൽത്തകിടികളും ഒന്നുചേരുന്ന ഹിമാചൽ കവികളുടെ വർണ്ണനകൾക്കും അതീതമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുരൂഹതകൾ ചൂഴ്ന്നു നിൽക്കുന്ന ഗ്രാമങ്ങളും ഹിമാചലിന്റെ മാത്രം പ്രത്യേകതയാണ്. സ്വന്തം അധികാരമേഖലകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ. അത്തരമൊരു ഗ്രാമമാണ് മാതൃഭൂമി യാത്ര കണ്ടുകഴിഞ്ഞ മലാന. ഗ്രാമത്തിന് വെളിയിലുള്ളവർക്ക് അറിയില്ലാത്ത കേവലം 1500 പേർക്ക് മാത്രം അറിയാവുന്ന ഭാഷ, മറ്റുള്ളവർക്ക് ഇടപഴകാൻ കഴിയാത്ത വിധത്തിൽ സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള സംസ്കാരം, പുറം ലോകത്തിന് ഇന്നും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്ന മലാന ലഹരിയുടെ പൂന്തോട്ടം കൂടിയാണ്. മലാനയുടെ വിലക്കുകളും പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യവും കണ്ട് മാതൃഭൂമി യാത്ര ഇനി പോകുന്നതും പ്രത്യേകതകളുള്ള മറ്റൊരു ഗ്രാമത്തിലേക്കാണ്, കസോളിലേക്ക്. കുളുവിൽ നിന്ന് 42 കിലോമീറ്റർ കിഴക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 1640 മീറ്റർ ഉയരത്തിലാണ് കസോൾ സ്ഥിതി ചെയ്യുന്നത്. മണികരനിലേക്ക് പോകുന്ന വഴിയിലാണ് കസോൾ. പാർവതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ താഴ്വരയിലൂടെയാണ് യാത്ര. ദേവദാരുക്കളും ചെങ്കുത്തായ മലഞ്ചെരുവുകളുമൊക്കെയുള്ള ഇവിടം പാർവതി വാലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലഞ്ചെരുവുകളിൽ പലയിടത്തും ജനവാസ കേന്ദ്രങ്ങളുണ്ട്. വീടുകളും മറ്റുമുള്ള ഗ്രാമങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുന്ന അത്തരം സ്ഥലങ്ങൾ യാത്രക്കിടയിലെ മനോഹര കാഴ്ചയാണ്. പാർവതി നദിയോട് തീരവാസികൾക്ക് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവുമൊക്കെയാണുള്ളത്. പേരുപോലെ തന്നെ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച പാർവതി ഈ തീരങ്ങളെ സമ്പുഷ്ടമാക്കി ഒഴുകിപ്പോകുന്നു. മാൻതലെ ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാർവതി നദി ബിയാസിന്റെ ഒരു പോഷക നദിയാണ്. ഏകദേശം 90 കിലോമീറ്ററോളം ദൂരത്തിൽ കസോളിനെയും മണികരണിനെയുമൊക്കെ കീറിമുറിച്ച് ഒരു വൻമതിൽ പോലെ പാർവതി നദി ഒഴുകുന്നു. ഭൂന്താറിൽ വെച്ചാണ് പാർവതി ബിയാസിൽ ലയിക്കുന്നത്. പാർവതി നദിയുടെ ഒരു വശത്ത് ഓൾഡ് കസോൾ, മറുവശത്ത് ന്യൂ കസോൾ. മണികരനിലേക്ക് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ. പക്ഷേ സ്വന്തമായ അസ്തിത്വം കാത്തുസൂക്ഷിക്കുന്ന മറ്റൊരു ഗ്രാമമാണ് കസോൾ. ഏകാന്ത സഞ്ചാരികൾ എത്തിച്ചേരാറുള്ള
ഹിമാചൽ പ്രദേശിലെ സുന്ദരമായ ഗ്രാമങ്ങളിലൊന്നാണിത്. സുന്ദരമായ താഴ്വരയും ആകാശത്തോളം തല ഉയർത്തി നിൽക്കുന്ന മലനിരകളും വർഷം മുഴുവൻ അനുഭവപ്പെടുന്ന സുന്ദരമായ കാലാവസ്ഥയും മാത്രമല്ല സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഇസ്രയേലിൽ നിന്നുള്ള സഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമാണ് കസോൾ. അവരുടെ സൗകര്യത്തിനായി ഹീബ്രു ഭാഷയിലുള്ള ബോർഡുകളും മറ്റും ഇവിടെ സാധാരണമാണ്. ഹിമാചൽ പ്രദേശിലെ മിനി ഇസ്രയേൽ എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു. ഇസ്രയേലി ശൈലിയിലുള്ള ഭക്ഷണവും വസ്ത്രങ്ങളുമൊക്കെ കസോൾ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ലഭ്യമാണ്. ഇസ്രയേലിൽ 18 വയസ്സ് തികയുന്നവർ 3 വർഷം സൈന്യത്തിൽ നിർബന്ധ സേവനം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഗാസയിലേക്കായിരിക്കും ഇവരെ പലപ്പോഴും സൈനിക സേവനത്തിനായി അയക്കുക. യൗവനത്തിന്റെ തുടക്കത്തിൽ തന്നെ അക്രമത്തിന്റെ പാരമ്യം കണ്ട് മനസ്സ് മടുക്കുന്നവർ ശാന്തി തേടിയെത്തുന്നത് ഇന്ത്യയിലേക്കാണ്. ഗോവയ്ക്കും ഹംപിക്കുമൊപ്പം കസോളും അത്തരത്തിലെത്തുന്നവരുടെ കേന്ദ്രങ്ങളിലൊന്നാണ്. പോരാത്തതിന് കൂട്ടം കൂടി താമസിക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ് ജൂതന്മാർ എന്നതിനാൽ എത്തിച്ചേരുന്നിടത്ത് ഇവർ ഒന്നിച്ച് തമ്പടിക്കുന്നു. ഇത്തരത്തിൽ ശാന്തി തേടി എത്തിയ ശേഷം തിരികെ മാതൃരാജ്യത്തേക്ക് മടങ്ങിപ്പോകാത്തവരും ധാരാളമാണ്. കടയിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ ഇസ്രയേലികൾക്ക് പറ്റിയ വിധത്തിലുള്ളവയാണ്. കസോളിൽ വെറും 200 രൂപയ്ക്ക് വരെ താമസ സൗകര്യം ലഭ്യമാണ്. ചെലവ് കുറഞ്ഞ രീതിയിൽ തങ്ങളുടേതായ സംസ്കാരത്തിൽ ജീവിക്കാൻ കസോൾ അവസരമൊരുക്കുന്നു എന്നതാണ് ഇസ്രയേലികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. കസോളിലേക്ക് ഇസ്രയേലികളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം കഞ്ചാവിന്റെ ലഭ്യതയാണെന്നും പറയപ്പെടുന്നു. കസോളിലെ ഒരു ഇസ്രയേലി കഫേ ഇന്ത്യക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് സമീപകാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. തന്റെ ഇന്ത്യൻ സുഹൃത്തിന് ഭക്ഷണം നൽകാൻ വിസമ്മതിച്ചെന്നാരോപിച്ച് സ്റ്റീഫൻ കയെ എന്ന ആളാണ് കസോൾ കഫേയിലെ വിവേചനം പുറം ലോകത്തെ അറിയിച്ചത്. സംഭവത്തിൽ പ്രാദേശിക ഭരണകൂടം കഫേക്കെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കസോളിൽ നിന്ന് 10 മിനിറ്റ് പോലും വേണ്ട മണികരനിലെത്താൻ. പാർവതി നദിയുടെ തീരത്തുകൂടിയാണ് അവിടേക്കുമുള്ള യാത്ര. സാമാന്യം ഭേദപ്പെട്ട വഴിയാണിത്. ഹിമാചലിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കുമുള്ള റോഡ് കൂടിയാണ് ഇത്. കുളു താഴ്വരയിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ് ഒരേ സമയം ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും പ്രിയ തീർത്ഥാടന കേന്ദ്രമായ മണികരൻ.